മലബാർ നോമ്പുതുറ വിഭവങ്ങൾ ഇടുക്കിക്ക് അത്ര പരിചിതമല്ലാത്ത കാലത്ത് സ്വന്തം വീട്ടിലുണ്ടാക്കി അത് വിതരണം ചെയ്തിരുന്ന ആളാണ് തൊടുപുഴ കുന്നത്തെ ലത്തീഫ് ആസീസ്. രുചിയേറും ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, ഏലാഞ്ചി ഒക്കെയാണ് പ്രധാന വിഭവങ്ങൾ. ഇന്ന് വലിയ സംരംഭം വീട്ടിൽ തന്നെ ഒരുക്കി വിഭവങ്ങൾ കടകളിൽ വിറ്റഴിക്കുകയാണ് ലത്തീഫ. ഓരോ സുലൈമാനിയിലും ഒരല്പം മൊഹബത്ത് വേണം. ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ കരീമിക്ക പറഞ്ഞ വാചകം മലയാളി അപ്പാടെ രുചിച്ചു. അത്തരം ഒരു രുചിക്കൂട്ടിൽ ഈ നോമ്പുകാലത്ത് തന്റെ അടുക്കളയിൽ വിഭവങ്ങൾ ഒരുക്കുകയാണ് ലത്തീഫ. 14 വർഷമായി തൊടുപുഴയിലും ഇടുക്കിയുടെ വിവിധയിടങ്ങളിലും ലത്തീഫയുടെ നോമ്പ് വിഭവങ്ങൾക്ക് പ്രിയമേറെയാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് അസീസിനൊപ്പം മലബാർ മേഖലയിൽ നിരവധി വർഷങ്ങൾ താമസിച്ചപ്പോഴാണ് ഈ രുചിക്കൂട്ടുകൾ ലത്തീഫ കൂടുതലായി അടുത്തറിഞ്ഞത്. വിരമിക്കലിനു ശേഷം നാട്ടിലെത്തിയതോടെ ഇടുക്കിക്ക് മലബാർ നോമ്പ് വിഭവങ്ങളെ പരിചയപ്പെടുത്താനുള്ള താല്പര്യത്തിലാണ് പാചകം തുടങ്ങിയത്. ഞങ്ങൾ മലപ്പുറം മഞ്ചേരിയൊക്കെ ആയിരുന്നു. ഹസ്ബൻഡ് ഫെഡറൽ ബാങ്കിലായിരുന്നു. അപ്പോൾ അവിടുന്ന് റിട്ടയർ ചെയ്ത് വന്നപ്പം നമുക്ക് പിന്നെ വേറെ ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നാം പുറയിലൊരു കിച്ചൺ ഉണ്ടാക്കി. അങ്ങനെ എന്നിട്ട് പിന്നെ ഫ്രണ്ടിൽ ആദ്യം ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് സെയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പം അവിടുത്തെ ഒരു മഞ്ചേരി മലപ്പുറമൊക്കെ നോമ്പാകുമ്പോൾ ഇതിന് കുറച്ചും കൂടെ അവർ ഹൈലൈറ്റ് ചെയ്ത് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതേ രീതിയിൽ ഞാനും ഇവിടെ തുടങ്ങി. ഇറച്ചിപ്പത്തിരി, ചട്ടിപ്പത്തിരി, ചിക്കനട, മീൻപത്തിരി, പിന്നെ കോഴിയട, പിന്നെ മടക്ക്, അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് പോണ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ നമ്മൾ അത്ര ഹൈജീനിക്കായിട്ടും നമ്മൾ വാഷ് ചെയ്തും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, ഏലാഞ്ചി എന്നിവയ്ക്ക് പുറമെ ബനാന പോക്കറ്റ്, ചിക്കൻ പോക്കറ്റ്, കിളിക്കൂട്, ഉന്നക്ക, മടക്ക്, മീനട, കോഴിയട തുടങ്ങി നിരവധി വിഭവങ്ങളാണ് ലത്തീഫ വീട്ടിലുണ്ടാക്കുന്നത്. എല്ലാവർക്കും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് എല്ലാവർക്കും ആവിയിലൊക്കെ വേവിച്ച സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നോമ്പ് കഴിയുമ്പം ഞാൻ അതിലോട്ടൊന്നും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് അതിനെപ്പറ്റി നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനത്തെ ഈ അടകൾ, പിന്നെ മീനട, പിന്നെ ബനാന പാക്കറ്റ്, അതൊക്കെ ഒട്ടും അധികം എണ്ണ ചേരാത്ത സാധനങ്ങൾ. അതിലോട്ട് ആൾക്കാരിപ്പോൾ കുറേ എല്ലാവരും ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പം എനിക്ക് അതിലോട്ട് കയറണം. ആദ്യം വീടിന് മുന്നിൽ ഒരു ചെറിയ കടയിലായിരുന്നു വിൽപ്പനയെങ്കിൽ ലത്തീഫയുടെ മലബാർ നോമ്പുതുറ വിഭവങ്ങൾക്ക് ഇന്ന് പെരുമയേറെയാണ്. വിദേശത്തുള്ള മക്കളും ഭർത്താവ് അസീസും തന്നെയാണ് ലത്തീഫയുടെ ഊർജം. മധ്യകേരളത്തിൽ അത്ര സുപരിചിതമല്ലാത്ത മലബാറിലെയും മറ്റിടങ്ങളിലെയും പുതിയ രുചിക്കൂട്ടുകൾ പരീക്ഷിക്കാനൊരുങ്ങുകയാണ് ലത്തീഫ. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.